പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ആമേൻ സ്തോത്രം. അവൻ ആരാണ് ഈ ദൈവാത്മാവ് നടത്തുന്നവർ? ആമേൻ സ്തോത്രം. വചനപ്രകാരം ജീവിക്കുന്നവർ, സംസാരിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെടുന്നവരാണ് ദൈവാത്മാവ് നടത്തുന്നവർ എന്ന് പറയുന്നത്. എന്നാൽ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, ദൈവത്തിൻ്റെ ഹിതത്തിന് നാം വിധേയപ്പെടേണ്ടവരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നത് പോലെ നാം മുന്നോട്ട് പോകേണ്ടവരാണ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് തന്നെ പിതാവിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് താൻ ഈ ലോകത്തിൽ ജീവിക്കാനിടയായി തീർന്നത്. ആമേൻ സ്തോത്രം. നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാളായപ്പോൾ ഉയർത്തെഴുന്നേറ്റത് എല്ലാം ദൈവത്തിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടി ആയിരുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആ കർത്താവിനെ മാതൃകയാക്കി മുന്നോട്ട് ജീവിക്കേണ്ടതുണ്ട്. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ പോകുമ്പോൾ ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? എന്നാൽ അബ്രഹാം അവിടെ പറയുന്നുണ്ട്, ദൈവം കരുതിക്കൊള്ളും. അബ്രഹാം പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചു, പിതാവായ ദൈവത്തിൽ വിശ്വസിച്ചു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ സ്തോത്രം കിടത്തിയപ്പോഴും ഇസ്ഹാക്ക് ഇറങ്ങി ഓടുന്നില്ല, അല്ലെങ്കിൽ സ്തോത്രം പിതാവിൻ്റെ എതിരായി നിന്ന് സ്തോത്രം പിതാവിൻ്റെ കൈ തട്ടിമാറ്റി ഓടിപ്പോകുന്നില്ല. എന്നാൽ പിതാവിൻ്റെ ഹിതത്തിന് അവിടെ സ്തോത്രം ഹല്ലേലൂയ തന്നെത്താൻ സമർപ്പിച്ച് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ കുഞ്ഞുങ്ങളാണെങ്കിൽ പിതാവിൻ്റെ കൈ തട്ടിമാറ്റി ഓടിപ്പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അവിടെ അങ്ങനല്ല സംഭവിക്കുന്നത്. ഹല്ലേലൂയ. പിതാവിൻ്റെ ഹിതത്തിന് താൻ വിധേയപ്പെടുവാനിടയായിത്തീരുന്നു. അതുപോലെ തന്നെ അബ്രഹാമും സ്വർഗത്തിലായിരിക്കുന്ന പിതാവിന് സ്തോത്രം ഹല്ലേലൂയ പിതാവിൻ്റെ ഹിതത്തിന് സ്തോത്രം തന്നെത്താൻ സമർപ്പിക്കുവാനിടയായിത്തീരുന്നു. അതാത് അബ്രഹാമിൻ്റെ വിശ്വാസത്തെ സ്തോത്രം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ സ്തോത്രം ഈ അബ്രഹാമിൻ്റെ വിശ്വാസം പോലുള്ള വിശ്വാസം നമുക്കും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഒരിക്കലും ഒന്നും ദോഷത്തിനായി വരികയില്ല. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. നാം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഈ ദിവസങ്ങളിൽ അധികം നമ്മുടെ സ്തോത്രം മുന്നോട്ടുള്ള ഹല്ലേലൂയ യാത്ര കർത്താവിൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചായിരിക്കട്ടെ, ദൈവത്തിൻ്റെ ആ ആത്മാവിന് വിധേയപ്പെട്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട്. സ്തോത്രം. നമുക്കറിയാം 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ സ്തോത്രം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ സ്തോത്രം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല എന്നൊരു വചനം നാം വായിക്കുന്നു. ഈ ലോകത്തിലുള്ള പ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ സ്തോത്രം ഈ ലോകത്തിലുള്ള കാഴ്ചപ്പാടുകളായിരിക്കും. ഈ ലോകത്തിൽ വല്ലതും സ്തോത്രം എനിക്ക് ലഭിക്കും എന്ന് ആണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് ചിന്തിക്കും. പക്ഷേ അതിലപ്പുറം ഘനമായത് ചിലതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നൊരു ആത്മീയൻ ചിന്തിക്കും, അല്ലെങ്കിൽ ഒരു ദൈവാത്മാവ് നടത്തുന്ന ഒരു വ്യക്തി ചിന്തിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കലും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നു എങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ എപ്പോഴും സ്തോത്രം ഹല്ലേലൂയ ആത്മീയ സ്വഭാവം ഹല്ലേലൂയ നമ്മളിൽ ഉണ്ടായിരിക്കും. നമ്മുടെ കാഴ്ചപ്പാട് എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കും. ഈ വചനം ഒരിക്കലും ലോകത്തിനുള്ളതല്ല. ഇത് സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി ചിലതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരുക്കുവാൻ പോകുന്നു എന്ന് കർത്താവ് 14-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം സ്തോത്രം 1-2 വാക്യത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. സ്തോത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ലോകത്തിലുള്ളതിനെ അല്ല ദൈവം നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്, അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്തത്, അല്ലെങ്കിൽ ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത ചിലതൊക്കെ സ്തോത്രം നമ്മൾ കാണാൻ പോകുന്നു. ഈ സ്തോത്രം നാം ഈ ലോകത്തിൽ സഹിക്കുന്ന ഓരോ കഷ്ടങ്ങൾ ഹല്ലേലൂയ സ്തോത്രം അതെല്ലാം മാറിപ്പോകും. കാരണം നമ്മൾ കാണാൻ പോകുന്നത് ഘനമായത്